ഹായ്. വിജയ് ലാസ്റ്റ് അഭിനയിച്ച സിനിമ ജനനായകൻ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പൊങ്കലിനോടനുബന്ധിച്ച് ജനുവരി 9 റിലീസ് മുൻപ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അന്ന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു ഈ സിനിമയ്ക്കെതിരെ. കാരണം വിജയ് എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് കടന്നതുകൊണ്ട് തന്നെ ഒരുപാടേറെ ബുദ്ധിമുട്ടുകൾ അയാൾ കാണേണ്ടതായിട്ട് വന്നു. ജീവിതത്തിലായാലും സിനിമയിലായാലും പൊളിറ്റീഷ്യൻ പരമായിട്ടും അയാൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ 9 റിലീസ് പ്ലാൻ ചെയ്തിട്ട് അന്ന് റിലീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരുപാട് ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊന്നും റിലീസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഏപ്രിൽ 9 ആയപ്പോൾ ചിത്രം ഓൺലൈൻ വഴിയെല്ലാം ഭയങ്കരമായിട്ട് ലീക്കായി. അതിനെതിരെ അവിടെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ലീക്കായിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ലീക്കായതെന്ന് ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. കാരണം റിലീസായ അല്ലെങ്കിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രം വന്നിരുന്നാൽ പോലും പ്രശ്നമില്ല. പക്ഷേ ഇത് തിയേറ്ററിൽ വന്നിട്ട് കൂടിയില്ല. പക്ഷേ ആ ചിത്രം ലീക്കായി. അത് കാണാത്ത പ്രേക്ഷകരും ഉണ്ടാവില്ല. കാരണം ഒരുപാട് പേര് പറയുന്നത് കേട്ടു, സിനിമ കണ്ടു കൊള്ളാമെന്നും ചിലർ കൊള്ളില്ലെന്നും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ജനനായകൻ്റെ ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മുടെ തെലുങ്കിലെ ബാലയ്യ അഭിനയിച്ച ഭഗവന്ത് കേസരി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ പോലെ തന്നെയാണ് ഉള്ളത്. പടം ആയിക്കോട്ടെ അഥവാ റീമേക്കോ എന്തോ ആയിക്കോട്ടെ, റീമേക്ക് പടമാണ് വിജയ് ചെയ്യുന്നതെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ റീമേക്ക് പടങ്ങൾ തന്നെയാണ് വിജയ് ഇവിടെ ഭയങ്കര അധികം ബ്ലോക്ക് ബസ്റ്ററുകളൊക്കെ നേടിക്കൊടുത്തിട്ടുള്ളത്. ഗില്ലി ആവട്ടെ, പോക്കിരി ആവട്ടെ, ഇതെല്ലാം റീമേക്ക് ചിത്രങ്ങളായിരുന്നു. ആ ഒറിജിനൽ സിനിമേനേക്കാളും ഭയങ്കര അധികം കളക്ഷൻസാണ് വിജയുടെ ഈ ചിത്രങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറ്റപ്പെടുത്തുന്നവർ അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചിത്രമായിരുന്നു. കാരണം അത്രയധികം ബുദ്ധിമുട്ടുകൾ, അത്രയധികം തടസ്സങ്ങളായിരുന്നു ആ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ വിജയ് നേരിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ജൂലൈ 23 അല്ലെങ്കിൽ 24 ജൂലൈ 24 റിലീസ് കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അതിലിനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് അറിയില്ല. എന്നാലും വിജയ് ചിത്രം ഇനി ആരെങ്കിലും കാണാൻ പോകുമോ, തിയേറ്ററിൽ കാണാൻ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം പടം എല്ലാവരും കണ്ടല്ലോ, ഭഗവത് കേസരി അല്ലേ, അല്ലെങ്കിൽ പടം ഇത് ഓൺലൈനിൽ ലീക്കായപ്പോഴത്തേക്കും എല്ലാവരും കണ്ടു എന്നൊക്കെ വേറെ ചിലർ പറയുന്നുണ്ട്. ഇതിന് വിജയുടെ പടം അതിന് ലീക്കായാലും ശരി അല്ലെങ്കിൽ എന്തായാലും ശരി തിയേറ്ററിൽ കാണാൻ എന്തായാലും ആൾക്കാർ പോവും. ഞാനടക്കം പോവും. അപ്പോൾ വിജയ് ഫാൻസുകാർ മാത്രമല്ല, കാരണം വിജയെ ഇനി അടുത്ത ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും പോകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അതിലൊരു തടസ്സമൊന്നോ അല്ലെങ്കിൽ ലീക്കായതിൻ്റെ തടസ്സമൊന്നോ അല്ലെങ്കിൽ ഈ ഭഗവന്ത് കേസരിയുടെ കഥയാണെന്നോ അല്ലെങ്കിൽ അതൊരു റീമേക്ക് ചിത്രമെന്നോ അങ്ങനത്തെ ഒരു തടസ്സവും പറയാതെ തന്നെ പ്രേക്ഷകർ കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ദളപതി ചിത്രങ്ങൾ അങ്ങനെയാണ്. കാരണം റിലീസ് ചെയ്യുമ്പോഴും ഭയങ്കരധികം കളക്ഷൻസാണ് നേടുന്നത്. വിജയ് ചിത്രങ്ങൾ പൊതുവെ അങ്ങനെയാണല്ലോ. കാരണം ഒരു ഫ്ലോപ്പ് പടങ്ങളായാൽ പോലും തിയേറ്റർ കുത്തി നിറച്ച് ആൾക്കാരായിരിക്കും. കാരണം ദളപതി എന്ന് പറയുന്ന ഒരു ആളോടത്തുള്ള ആരാധനയാണത്. ആ ആരാധന ഇപ്പോഴുള്ള എല്ലാ ജനറേഷനും ഉണ്ട്. ഇപ്പോഴടക്കമുള്ള ജനറേഷന് ദളപതിയുടെ അടുത്തുള്ള ആരാധനയും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ ആ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ഷന് അല്ലെങ്കിൽ അവരുടെ സംവിധാനത്തിന് ഒരിക്കലും ഒരു കുറവോ അല്ലെങ്കിൽ ഒരു തടസ്സമോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വിജയ് ചിത്രങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനടക്കം തിയേറ്ററിൽ കാണാൻ പോകും എന്തായാലും. അപ്പോൾ റിലീസ് വരുമ്പോഴത്തേക്കും ഇതിന് എതിരെ പറയുന്ന ഇനി ആരൊക്കെ കാണാനാണ്, എന്തിനാണ് എനിക്ക് പോയി കണ്ടിട്ട് ഈ കഥ തന്നെയല്ലോ അങ്ങനെയൊന്നും പറയാതെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിതിന്ന് കാണുക, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. വന്നിരുന്ന് ഓരോന്നും പറയേണ്ടതും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ സർട്ടിഫിക്കറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെറിയ മുമ്പൊക്കെ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ കുഞ്ഞു പിള്ളേർക്ക് കാണാൻ പറ്റില്ല, അങ്ങനത്തെ സീനുകളാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതല്ല, ഇപ്പോൾ നമ്മളൊരു ബ്ലഡിൻ്റെ ഒരു രക്തത്തിൻ്റെ ഒരു ഇത് കറ കാണിക്കൽ അല്ലെങ്കിൽ രക്തം ഇങ്ങനെ തെറിക്കുന്നതായിട്ട് കാണിച്ചാൽ പോലും അതിന് സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് മറ്റേ രീതിക്കുള്ള പടമാണ് അങ്ങനത്തെയൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഇറങ്ങുന്ന മലയാള പടങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ തമിഴ് മിക്ക പടങ്ങളിലും സർട്ടിഫിക്കറ്റ് വരും. കാരണം ഈ ബ്ലഡ് കാണിച്ചാൽ മതി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾ കുറ്റം പറയാനായിട്ട് നിൽക്കരുത്.
അപ്പോൾ KVN പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ വിനോദാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊക്കെ നമ്മൾ കേട്ടതാണ്. ജനനായകൻ്റെ ഫസ്റ്റ് കച്ചേരി സോങ്ങൊക്കെ ഭയങ്കര ആഘോഷമായിട്ടാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ എന്തായാലും ജൂലൈ 24-ാം തീയതി ഉടൻ റിലീസ് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കാണാൻ പോകും. നിങ്ങൾ ആരെങ്കിലും കാണാൻ പോകുമോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.